സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ വിജയകുമാർ. നിങ്ങൾ കണ്ടിരിക്കുന്ന പുതിയ വീഡിയോ ആണ്. ഞാൻ ഇന്നെത്തിയിരിക്കുന്നത് സൂപ്പർ മാർക്കറ്റ് ഗദറിൻ്റെ മറ്റൊരു എപ്പിസോഡായിട്ടാണ്. എൻ്റെ ഡേ 4 ആണ്. സോ വീട്ടിൽ കിടക്കുന്ന മുമ്പ് വീഡിയോ കാണുന്ന ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഗെയിം അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിമാണ്. ആൻഡ് അതുപോലെ തന്നെ ഈ ഗെയിമിനകത്ത് എൻ്റെ മൈക്ക് ഇഷ്യൂ ഇച്ചിരി ഉണ്ട്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അത് മാക്സിമം ഞാൻ കട്ട് ചെയ്യാൻ പറ്റുന്നത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട് ആ വീഡിയോ. സോ ഇതിനകത്ത് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് ഡയറി പ്രൊഡക്ട്സ് നമ്മളൊന്ന് ഇതാക്കി എടുത്തായിരുന്നു. അതായത് ഇത് കണ്ട, ഇതിങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത് എടുത്ത ഐ മീൻ നമ്മൾ ഈ ഒരു പോയിന്റ് നമ്മൾ കളക്ട് ചെയ്യായിരുന്നു. പക്ഷേ സംഭവം നമുക്ക് സാധനം മേടിക്കണ പൈസ ഇല്ല. അപ്പം നമുക്ക് കുറച്ചും കൂടെ സാധനം വേണം. അതായത് നമുക്കില്ലാത്തതെന്ന് വെച്ചാൽ ഇതില്ല അങ്ങനെ കുറച്ചൊന്നും ഇല്ല. ഇതിന് പിന്നെ അത് വെക്കണമെങ്കിലോ നമുക്ക് ഒരു ഫ്രിഡ്ജ് മേടിക്കണം. അപ്പം നമുക്ക് അത് അതായത് നമുക്ക് ഫ്രിഡ്ജ് എന്തെങ്കിലും മേടിക്കണം വഴി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് സാധനങ്ങൾ സെല്ല് ചെയ്യാൻ പറ്റുമെന്നാണ് ഒരു വിശ്വാസം. അത് പക്ഷേ ഈ പ്രൊഡക്ട്സ് സെല്ല് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്കത് നോക്കാം. സോ ആദ്യം നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിന് എത്ര വില നോക്കട്ടെ. ഇതെങ്ങനെ ടാബ് ആയിരുന്നു. 600 വേണം. 600 രൂപ ഡബിൾ ഫ്രിഡ്ജിന്. 300 രൂപ മതി നമുക്ക്. 350 600. ഓക്കെ, അതാണ് നമുക്ക് വേണ്ടത്. 350 600 അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പ്രൊഡക്ട്സോടിനകത്ത് ബേസിക് പ്രൊഡക്റ്റിനകത്ത് ഇത് സെല്ല് ചെയ്യാൻ പറ്റും എന്നാണ് വിശ്വാസം. അല്ല, പ്രൊഡക്ട്സ് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ലൈറ്റൊക്കെ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. ഇത് ഇത്ര നമുക്ക് ലൈറ്റ് ആവശ്യമില്ല. ഇത് പൈസ കൊടുക്കും. വേണ്ട, നമുക്കൊരു 350 രൂപ വേണം. അപ്പോൾ തൽക്കാലം ഞാനിപ്പം 600 രൂപ എടുത്തേക്കാം. തൽക്കാലം ഞാനിപ്പോൾ ഉള്ള ലൈറ്റ് ഞാൻ കളയുകയാണ്. കാരണം നമുക്ക് അത്യാവശ്യം ലൈറ്റ് ഇത് മതി. ഇത് കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ഇനി എന്തായാലും നമുക്ക് നമ്മളെ ഫ്രിഡ്ജ് മേടിച്ചേക്കാം. ഫ്രിഡ്ജ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ചുമ്മാ ഇത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമുക്ക് ഇങ്ങനെ സാധനം മേടിക്കാൻ പറ്റുമെന്ന്. ഞാൻ എന്തായാലും ബേസിക് ഫ്രിഡ്ജാണ് മേടിക്കുന്നത്. എന്നിട്ട് ബേസിക് ഫ്രിഡ്ജ് നമുക്ക് ഇവിടെ ഇങ്ങനെ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സാധനമൊക്കെ ഒന്ന് വെച്ചേക്കാം. അത് ഇത് യോഗട്ട് 25 എണ്ണം ഉണ്ട്. ഇതിന് മുകളിലൊക്കെ ഉണ്ട്. ഓക്കെ, ഇതിനിപ്പോൾ ഒരെണ്ണം കൂടെ ബാക്കിയുള്ളൂ. ഇത് തിരിച്ചിരിക്കട്ടെ. ഇനി നമുക്ക് ഇത് എലമെന്റൽ ചീസ്. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് ഇവന് ഇത് 25 എണ്ണം ഫ്രൂട്ടി യോഗട്ട്. ഓക്കെ, ഇതിനൊക്കെ വില ഒന്ന് കുറച്ചിടണം. നമുക്കൊരു ഇപ്പം എന്താ നമ്മുടെ പരിപാടി നമുക്ക് കുറച്ച് സെറ്റായില്ല. ഇനിയിപ്പം വേറെ വലിയ പരിപാടികൾ നമുക്ക് ചെയ്യാനില്ല. ഇനി വില കുറയ്ക്കണം. എന്താ നമ്മുടെ കട അങ്ങ് തുറന്നേക്കാം. ഓക്കെ, എന്തായാലും എനിക്കൊരു പേടിയുണ്ട്. ഇതിന് എത്രയായിരുന്നു? 80 90 80 ആക്കി. ഞാൻ ഇതിന് 340 അല്ല 40 380 ഇരിക്കട്ടെ. ഇതിന് 380 ആണ്. ഇതിന് 183 അല്ലേ? 150 ഇല്ല. ഇത് 260 അല്ലേ? നമുക്ക് 2 രൂപ 60. സോ ഇതിപ്പോ ഞാൻ ചെയ്തതിനകത്ത് ആദ്യം ഞാൻ ദുഃഖിച്ചു. പിന്നെ മനസ്സിലായി നല്ലൊരു പരിപാടിയാണെന്ന്. കാരണം ഇത്രയും പൈസ കൊണ്ടുപോകാം നമ്മളെ പൈസ. ഇപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് വയ്ക്കാനൊന്നുമില്ല. ഇതിവിടെ ഇരിക്കട്ടെ. ഓപ്പൺ. സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ. ഇപ്പൊ നമ്മുടെ 95 രൂപയാണ് ബാക്കി. ഞാനൊരു 200 രൂപയാണ് ഇന്നത്തെ എന്റെ ടാർഗറ്റ് പ്രതീക്ഷിക്കുന്നത്. ഇനി നമുക്ക് സാധനങ്ങൾ വെച്ചാൽ ഈ സാധനങ്ങൾ മാത്രം മേടിക്കേണ്ടി വരത്തുള്ളൂ. ഇതൊന്നും മേടിക്കേണ്ടി വരത്തില്ല. കാരണം ഇത് സ്റ്റോക്ക് അത്യാവശ്യമുണ്ട്. പിന്നെ ഈ മിൽക്ക് ബ്രിക്ക് മാത്രം എനിക്കൊരു പേടിയുള്ളൂ ഉണ്ടാവുമെന്ന്. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. വരും മാഡം. വെൽക്കം ടു സൂപ്പർ മാർക്കറ്റ്. മാഡത്തിന് ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞങ്ങൾ പറയുന്ന എല്ലാ സാധനവും മാഡത്തിന് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റുന്നതായിരിക്കും. അരി. ഓക്കെ, അരി എടുത്തു മാഡം. വെള്ളം എടുക്കുകയാണോ? എടുത്തു. ഞാൻ ഇവിടെ വയ്ക്കാം മാഡം. കൗണ്ടർ ഞാൻ ഇവിടെ ഉണ്ടാവും. ഓക്കെ, മാഡം പറ്റി സാധനം വലുതായിട്ട് മേടിക്കുന്നുണ്ടോ? വെൽക്കം സാർ. വെൽക്കം ടു സൂപ്പർ മാർക്കറ്റ്. ഹായ് സാർ, നിങ്ങൾ ട്വിൻസ് ആണോ? ഒന്ന് നിൽക്കാവോ? നിങ്ങളുടെ ട്വിൻസ് ആണോ? ഈ ചേട്ടനും അനിയനാന്ന് തോന്നട്ടെ. ഒരു ചേച്ചി ഇവിടെ നിക്കണം. വന്നു ചേച്ചി. ചേച്ചി കാര്യം എടുത്തോളാം. 11.5 കണ്ടേ. 11.15. ഓക്കെ, അടുത്താളോ കണ്ടേ. ഇതാണ് ഇതിന്റെ പ്രത്യേകത. 7.35. ഞാൻ ചേട്ടന് 2.65 തരണം അല്ലേ?
1 2 50 60 65. അയ്യോ ആളൊന്ന് 9 15 10 85 തരണം. 10 50 75 85. ഓക്കെ കേട്ടോ. 9 5 6 7 8 9 10 30 34 അല്ലേ? സമ്മതിക്കില്ല. ഫ്രൂട്ടിയോട്ട് തീർന്നേട്ടാ. കസ്റ്റമറിന് ഇതായിട്ടാ. 14 കഴിഞ്ഞില്ലേ? 8 21. ഫ്രൂട്ടിയോട്ട് തീർന്നു. നമ്മള് സാധനം തീർക്കും നമ്മളൊരിക്കലും. ഇരിക്കവിടെ. പതിനൊന്ന് 10. അപ്പൊ ഇന്ന് നമ്മുടെ വിൽപ്പനയായിരുന്നു, നമ്മുടെ വമ്പിച്ച ഓഫറായിരുന്നു ഇന്നത്തെ നമ്മുടെ കടയിൽ. കുഴപ്പമില്ലാതെ നമ്മൾ നല്ലോണം സാധനങ്ങളൊക്കെ വിറ്റു. നമുക്ക് ഉറപ്പിക്കാം 13 തരണം. 13.85 50 കഴിഞ്ഞ. ഈ സമയം 7:45. എന്തോ സാധനം തീർന്നു. അത് തീർന്നേട്ടാ. യോഗട്ട് തീർന്നേ. ഓക്കെ. അപ്പൊ ഇവിടെ എന്തോ കിടപ്പുണ്ടല്ലോ, സ്കിംഡ് ചീസും. ഓക്കെ, ഇതൊന്നും ആവശ്യമില്ലാത്തതായിരുന്നു. 15 10 490 തരണം. 5 അപ്പൊ കുഴപ്പമില്ല, അതൊക്കെ അങ്ങനെയാണ്. 3 തരണം. 1 2 3. ഓക്കെ, 4 6 തരണം. 1 2 3 4 6. ഓക്കെ, 10 15 തരണം. 10 15 അയ്യോ 16. എന്തുവാടേ 14 തിരിച്ചു തരണോ? 10 11 12 13 14 50 60 60 ഓക്കെ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ 501 രൂപയായി. 3.75 തിരിച്ചു തരണം. 75 അത്യാവശ്യം. ഞാൻ 200 രൂപ പ്രതീക്ഷിച്ചുള്ളൂ, പക്ഷെ ഇന്ന് 500 ആക്ച്വലി 500 കൂടുന്നുണ്ട് വിശ്വാസം. 7.44. ഓക്കെ, അങ്ങനെ. അയ്യോ, ഇന്നത്തെ കച്ചവടം പൊടി പിടിച്ചു. കഴിഞ്ഞില്ല, ആളുകളെ കഴിഞ്ഞില്ല. 10 അല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇന്നത്തെ കച്ചവടം എന്തായാലും പൊളിയായിരുന്നു. ഒരു രക്ഷയില്ലാത്ത കച്ചവടമായിരുന്നു. നമുക്ക് എന്തായാലും സ്റ്റോക്ക് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റോക്കില്ലാത്ത യോഗട്ടില്ല. അതുപോലെ പാസ് തീർന്നു. പാസ് ഇനിയിപ്പോൾ ഈ പെട്ടിക്കൊന്ന് കളയണം. ഈ സ്കിംഡ് ചീസൊക്കെ ഒന്ന് ഫില്ല് ചെയ്തേക്കാം. സ്കിംഡ് ചീസ് ആരും മേടിച്ചില്ലേ? അയ്യോ, സ്കിംഡ് ചീസ് ഇവിടെ ആണോ? സ്കിംഡ് ചീസ് തീർന്നു. ഫ്രൂട്ടി യോഗട്ട് 65. 163 രൂപ. അപ്പം എന്തായാലും 400 രൂപ. എല്ലാത്തിനും വില ഒന്ന് മാറ്റിയേക്കാം. ഇതിന് 382. ഇല്ല, മാറിയില്ല. ഇതിന് 20. ഇതിന് 53. 2 3 അല്ല 2 2 ഇരിക്കട്ടെ. 2.25 എന്നുള്ളത് നമുക്ക് 2.15 ആക്കാം. ഇതിന് 45. ഇതിന് 40. ഇതിന് 91. നമുക്കൊരു ഓക്കെ 82 ആക്കാം. 65 എന്നുള്ളത് നമുക്കൊരു 37 ആക്കാം. പാസ്റ്റയ്ക്ക് 25 അപ്പോൾ 30 ആക്കാം. 45 ഉള്ളത് 50 ആക്കുവാണ്. എന്നാ ഇപ്പനെ വരെ മാറ്റി. പാസ്ത അരി
എനിക്ക് ഞാൻ മാറ്റിയത് ഇപ്പം പാലിന്റെ ആണ് മാറ്റിയത്. ഓക്കെ, കുഴപ്പമില്ല. ആ, ഇനിയിപ്പം മാറ്റേണ്ടത് ഇതിനകത്ത് എന്തെങ്കിലുണ്ടോ? 382 ഇതൊക്കെ ഞാൻ മാറ്റിയല്ലേ ഇപ്പം. ഇനി ഇത് മാറ്റണം. 285 ഇത്. ഞാനിതൊരു 225 വെക്കാണ് കേട്ടോ. ഇതിന് വെള്ളത്തിന്റെ പൈസ എങ്ങനെയാ? വെള്ളത്തിന് 1 രൂപയാക്കി പകുതി പൈസ ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും അതൊരു 60 ആക്കുവാണ് കേട്ടോ. വെള്ളത്തിന്റെ പൈസ കൂടി 85 എനിക്കത് ഓർമ്മയുണ്ട്. വെള്ളത്തിന്റെ പൈസ 89 അങ്ങാണ്ടായിരുന്നു. മാർക്കറ്റ് പ്രൈസിൽ നിന്ന് കൂട്ടി. അപ്പൊ അത് കാരണമാണ് ഇത്രയ്ക്ക് ആള് വന്നത്. ഓക്കെ, അപ്പം എന്തായാലും ഇന്ന് ദിവസം ഇച്ചിരി കുശാലായിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്കെന്താ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് നമ്മുടെ കട അടച്ചു നോക്കാം. എൻഡ് ഓഫ് വർക്കിംഗ് ഡേ 4. ഓക്കെ, 500 രൂപയോളം കിട്ടി. നമുക്ക് 559 രൂപയുടെ സാധനം നമ്മൾ മേടിച്ചു. 508 രൂപയാണ് നമ്മുടെ മൈനസ് 508 രൂപയാണ്. കുഴപ്പമില്ല, അതങ്ങനെയാണ്. കൂടി വരും. നമുക്കിനിപ്പോൾ കുറയ്ക്കാവുന്നേ ഉള്ളൂ. നാളത്തെ ഒരു ഇത് വെച്ച് നമുക്ക് അത്യാവശ്യം നല്ലോണം ഇതാവും. ഈ ഒരു പൈസ വീണ്ടും കുറയും. കാരണം നമുക്ക് നാളത്തേക്കൊന്നും മേടിക്കാവുന്നില്ല. അതൊക്കെ ഞാൻ തന്നെ മേടിച്ചു വെച്ചു. ഓക്കെ, ഇന്ന് 66 കസ്റ്റമേഴ്സ് വന്നു കേട്ടോ. ഈ ഇത്ര നേരം കൊണ്ട് 66 വന്നത്. നമ്മൾ ആ കടയിൽ നിന്ന് കാരണം സാധനം വിറ്റുപോയാണെന്നാണ് ഇപ്പം നമുക്ക് തോന്നിയത്. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇപ്പ് ദ ഗെയിമർ സൈൻ ഔട്ട്. പീസ്, ടാറ്റ, ബൈ ബൈ. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.